തെയ്യം തത്ത തെയ്യം താഹ തെയ്യം തത്ത തെയ്യം താഹ തെയ്യം തത്ത തെയ്യം താഹ തെയ്യം തത്ത തെയ്യം താഹ തെയ്യം തത്ത തെയ്യം. പാതിരാത്രിക്കാണോ നിന്റെ തെയ്യം തത്ത? വാ, ഇപ്പോഴത്തെ മൂഡിൽ നമുക്ക് ഇത് കളിക്കാം. ആ മോളെ, ഇന്നല്ലേ നിന്റെ എക്സാം? ആമാ. നീ എന്തെടുക്കുക? പഠിക്കായിരുന്നോ? ആ, പഠിക്കാണ്. എക്സാം കഴിഞ്ഞാ വിളിക്കണേ. ആമാ. മീനു, അമ്മ വിളിക്കുന്നേ, പഠിക്കല്ലേന്ന്. എന്തുവാടി നിന്റെ തള്ളക്ക് വേറെ പണിയൊന്നുമില്ലേ? ഏത് നേരം ഒരു പഠിപ്പ്. മനുഷ്യനൊന്ന് സുഖം പിടിച്ചിട്ട് ഉറങ്ങി വരുമായിരുന്നു. എന്തായാലും നീ എന്നെ കുത്തിപ്പൊക്കി എണീപ്പിച്ചില്ലേ. പിന്നെ പൊന്നുമോളെ, നമ്മുടെ സ്റ്റോക്ക് കഴിയാറായി. അതെ, അലക്സ് പോണേന്റെ മുമ്പ് ഞാൻ അവന്റെ റൂമിലൊന്ന് പോയിട്ട് വരാം. അലക്സ് ഇല്ലാതെ വയ്യല്ലേ? അവനല്ലേ നമ്മുടെ ഗോഡ്. എന്നാലും എക്സാമില്ലാത്തപ്പോ എന്തൊരു സുഖമാണ്. ഒരു ടെൻഷനും ഇല്ല. മറ്റവരൊക്കെ എക്സാമിന് ഭയങ്കര പഠിപ്പാണ്. അവളുമാര് കഷ്ടപ്പെട്ട് പഠിച്ചങ്ങ് പാസ്സാവട്ടടി. നമുക്ക് എന്താ കുഴപ്പം? നമ്മളിവിടെ അടിച്ച് പൊളിക്കല്ലേ. ഞാൻ പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് അവന് പോയി കണ്ടിട്ട് വരേ. കിട്ടിയോ? കിട്ടി. ആരെങ്കിലും കണ്ടുവോ? ഇല്ല, തോന്നുന്നുണ്ട്. പക്ഷെ എനിക്ക് പേടിയാവുണ്ടേ, എന്റെ പപ്പയെങ്ങാനും ഇത് അറിഞ്ഞ. നമുക്ക് കുറച്ച് പൈസ ഉണ്ടാക്കണം. പിന്നെ നമുക്ക് ആരും പേടിക്കണ്ട. എന്റെ പപ്പയുടെ കയ്യിൽ പൈസയൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങനെ ചോദിക്കുക, വല്ല കളവും പറഞ്ഞോ? നീ വാതിലടച്ചോ? മേട്ടറും വരുന്നുണ്ട് തോന്നുന്നുണ്ട്. വാതിലടച്ചിട്ട് നമ്മൾ എക്സാമിന് പോയിന്ന് വിചാരിച്ചോളൂ. നമുക്ക് സാധനം എടുത്താലോ? ഓരെന്നെങ്കിലും ഇപ്പൊ കെട്ടിയെടുക്കും അങ്ങോട്ട്. എന്താപ്പോ കണ്ട വിവരം അറിയുമ്പോളെ, പിന്നെ നമ്മൾ അഴിക്കുള്ളിലാവും. നീ എടുക്ക്. ലഹരിയുമായി യുവജനങ്ങൾ രാവേറെയായാലും വീട്ടിലില്ല. വാങ്ങുന്നു വിൽക്കുന്നു ഇടനിലക്കാർ, നഷ്ടപ്പെടുത്തുന്നു സർവസ്വവും. അച്ഛനും വേണ്ട, അമ്മയും വേണ്ട, കൂടപ്പിറപ്പൊന്നും വേണ്ട. ഗുരുജന ബഹുമാനമോതിടാതെ കലപില കൂട്ടുന്നു വീട്ടിലും നാട്ടിലും താന്തോന്നിയാകുന്നു. ആഞ്ഞടിക്കുന്ന ലഹരി കൊടുങ്കാറ്റിൽ ആടിയുലയുന്നു ജീവിതങ്ങൾ. നിന്റെ പപ്പയുടെ പൈസ എന്തായി? പപ്പയുടെ പൈസ ഒന്നും കിട്ടില്ല. പപ്പ നാട്ടിൽ വരുന്നുണ്ട്. ഇനിയിപ്പൊ ഇന്ന വീട്ടിലേക്ക് കണ്ടില്ല, ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഇവിടെ വരും. ഞാനിപ്പോ അതിന്റെ ടെൻഷനില്ല മോളെ. എന്തേലും കുറച്ച് ഓർണമെന്റ്സ് ഉണ്ട്, പക്ഷെ അത് കഴിഞ്ഞാല് അലക്സ് ഇപ്പൊ പറയാ 4 കസ്റ്റമേഴ്സിനും കൂടി നമ്മൾ കൊടുത്താൽ മാത്രമാണ് പഴയ റേറ്റിൽ നമുക്ക് സാധനം തരുള്ളൂ. എന്ത് ചെയ്യും? ഹോസ്റ്റലല്ലേ, അതൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാം. പറ്റും. മോളെ, എക്സാം എങ്ങനെയുണ്ട്? അതൊക്കെ നന്നായി എഴുതിണ്ടമ്മ. നിന്റെ ശബ്ദത്തിന് എന്താ ഒരു മാറ്റം പോലെ? അതെനിക്ക് തോന്നണ്ടാവും. കൊച്ചു വല്ലാണ്ട് ഉറക്കൊഴിച്ച് പഠിക്കണോണ്ടാവും. നേരത്തെ കിടന്നു, എന്നിട്ട് നേരത്തെ എണീറ്റാ മതി, അല്ലെങ്കിൽ വയ്യാണ്ടാവും. മക്കൾക്ക് നല്ല മാർക്ക് കിട്ടാൻ അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടാ. എക്സാം ഈസി ആവാൻ നീ ഏത് എക്സാം വടി എഴുതിയിട്ടുള്ളത്? അങ്ങനെ വിശ്വസിച്ചോട്ടെ. സ്വന്തം അമ്മയെ പറ്റിക്കല്ലേ നീ? അതൊന്നും സാരില്ല. പറ്റിക്കാത്തൊരാള്. എന്നാലും ഞങ്ങളോട് ഇത്രയ്ക്ക് വേണ്ടായിരുന്നു. പഠിക്കാനെന്ന് പറഞ്ഞ് ഹോസ്റ്റലിൽ നിന്നിട്ട് തോന്നിയാസം കാട്ടിയിട്ട് വന്നിരിക്കുകയാണ് അവള്. പ്രിൻസിപ്പാൾ കുറെ ദിവസമായി നിങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന്. രണ്ടും ഇനി അവിടെ പഠിക്കണ്ടെന്നാണ് തീരുമാനം അവരുടെ. ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടാ നല്ലൊരു കോളേജിൽ പഠിപ്പിക്കാൻ വിട്ടത്. നിങ്ങൾ ഇങ്ങനെ ചെയ്തല്ലോ മക്കളെ.
പഠിത്തവും പോയി, ഒരു കൊല്ലവും പോയി. ഇനി ചികിത്സയ്ക്ക് വേറെ പണവും കണ്ടെത്തണം. നാട്ടുകാരറിഞ്ഞ പിന്നെ ഞങ്ങൾ ജീവിച്ചിട്ട് എന്താ കാര്യം? എൻ്റെ കൊച്ചെ, നിന്റെ തന്ത ഇട്ടുകൊണ്ട് പോയിട്ട് എത്ര കഷ്ടപ്പെട്ടിട്ടാ നിന്റെ അമ്മ നിന്നെ വളർത്തിണ്ടാക്കിയത്. എന്നിട്ട് നീയും ഇവളോട് കൂടെ ചേർന്നല്ലോ. കോളേജിൽ നിന്ന് ഇറങ്ങിപ്പോന്ന ദിവസം ഇന്നും കൺമുന്നിലുണ്ട്. എല്ലാവരുടെയും മുന്നിൽ വെച്ച് സാറ് നമ്മളെ അപമാനിച്ചില്ല. അതന്നെ ഭാഗ്യം. അതെ, അന്ന് പിടിക്കപ്പെട്ടപ്പോ ഇനി ഒരിടത്തും തല ഉയർത്തി നിൽക്കാൻ പോലും അർഹതയില്ലെന്ന് വിചാരിച്ചതായിരുന്നു. എല്ലാവരും കൈവിടാതെ നിന്നതുകൊണ്ട് നമുക്ക് വീണ്ടും പഠിക്കാൻ പോകാറായി. ഒരു തെറ്റായ കൂട്ടുകെട്ട്, എന്തൊക്കെയോ കണ്ടുള്ള കൗതുകം, അതാണ് നമ്മളെ പോലുള്ളവരുടെ ജീവിതം ഇല്ലാതാക്കാൻ പോയത്. ഇനി നമ്മളെ പോലെ മറ്റൊരു കുട്ടിക്കും സംഭവിക്കാതിരിക്കാൻ കഴിയുന്നതൊക്കെ നമുക്ക് ചെയ്യണം. അതന്നെ, നമ്മളെ വിശ്വസിക്കുന്നവരെ ഒരിക്കലും തകർക്കുന്ന രീതിയിൽ ഒന്നും ഇനി ഉണ്ടാകാതിരിക്കാനാ ഞാൻ പ്രാർത്ഥിച്ചത്. ദൈവം നമുക്ക് രണ്ടാമത് തന്ന അവസരമാണിത്, അത് നമ്മൾ പാഴാക്കരുത്. നീനു, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രിൻസിപ്പൾ നമ്മളെ രക്ഷിക്കുകയാണല്ലേ ചെയ്തത്. ആരെ അറിയിക്കാതെ നമുക്ക് വേണ്ട സമയത്ത് കൗൺസിലിങ്ങും തന്നു. ഇല്ലെങ്കിൽ ഇപ്പം എന്താകുമായിരുന്നു? നീനുവിൻ്റെ അമ്മ, ഞങ്ങൾ ലഹരി ഉപേക്ഷിച്ചു. ഇനി ഒരിക്കലും ആ വഴിക്ക് പോവില്ല. അതിൻ്റെ ദോഷവശങ്ങൾ എന്താണെന്നൊക്കെ ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലായി. ഞാൻ അമ്മയ്ക്ക് ഉറപ്പ് തരികയാണ്, ഇനി ഒരിക്കലും ഞങ്ങൾ ലഹരി ഉപയോഗിക്കില്ല. അമ്മേ, പ്രിൻസിപ്പാളോട് ഞങ്ങൾ മാപ്പ് പറഞ്ഞോളാം. ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസ് എടുക്കാൻ തയ്യാറാണെന്ന് ഞങ്ങൾ പറഞ്ഞോളാം. ഞങ്ങൾക്കിനി പഠനം മാത്രമാണ് ലഹരി. മക്കളെ, പറഞ്ഞതൊന്നും മറക്കല്ലേട്ടാ. ചതിക്കുഴികൾ കുത്തിയിട്ട് പലരും അവിടെ കാത്തിരിക്കുന്നുണ്ടാവും. അതിലൊന്നും ചെന്ന് വീഴരുത്. വേണ്ട വേണ്ടിത് നമുക്കു വേണ്ട, തിരിച്ചറിവിൽ തിരികെ നടക്കാം. തിരിഞ്ഞു നോക്കാതെ പ്രതീക്ഷയുടെ വെളിച്ചം നേടിടാം. തിരിഞ്ഞു നോക്കാതെ നല്ലൊരു നാളേക്കായി കൈകോർത്തു മുന്നേറിടാം.